ഹലോ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും അത്യാവശ്യം പുറത്ത് പോകുന്നവരായിരിക്കും. പുറത്ത് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ട് പോകുന്ന അമ്മമാരാണെങ്കിൽ, അങ്ങനെ മക്കളെയും കൂടിയിട്ടായിരിക്കുമല്ലോ എല്ലാവരും പുറത്ത് പോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ കൂടുതലും കൊണ്ടുപോകുന്നത്, കുഞ്ഞു മക്കളെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഡയപ്പറും അതേപോലെ ഹാൻഡ് കർച്ചീഫും അല്ലെങ്കിൽ ഒരു ഫീഡിങ് ബോട്ടിൽ എപ്പോഴും അവരുടെ ബാഗിലുണ്ടാവും. പിന്നെ അത്യാവശ്യം വലിയ മക്കളെയും കൊണ്ട് പോകുന്നവരാണെങ്കിൽ എന്താണ് കൊണ്ടുപോകേണ്ടതെന്നാണ് ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് ഇതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നെ കാണുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ ഇതാണ് കൊണ്ടുപോകുന്നതെന്ന്. എൻ്റെ വീഡിയോസിലെല്ലാത്തിലും ഞാൻ ഇതാണ് കൊണ്ടു നടക്കാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നുള്ളത് കാണിച്ചത്. ഫസ്റ്റായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പാരസെറ്റമോളിൻ്റെ ഒരു സിറപ്പാണ്. പാരസെറ്റമോളിൻ്റെ ഇത് കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് എപ്പോഴും അസുഖമാണ്, പനിയാണ്, ഇടവിട്ട് പനിയാണ് വരുന്നത്. അപ്പോൾ ഒരു പനിയുടെ മരുന്നെന്ന് പറയുമ്പോൾ നമ്മളൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ ഇടവിട്ടൊക്കെയാണ് നമ്മൾ മരുന്ന് കൊടുക്കേണ്ട സമയങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഞാൻ കൊണ്ടു നടക്കാറുണ്ട്, കാരണം അതെപ്പോഴും വേണം. കാരണം നമ്മൾ ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അന്ന് സ്റ്റേ ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പനി കൂടാനുള്ളൊരു ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇത് ഞാൻ എൻ്റെ ബാഗിൽ തന്നെ എപ്പോഴും വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വേറൊരു മരുന്നും കൂടി ഉള്ളത് നമ്മുടെ സിട്രസൻ സിറപ്പ്, അതായത് നമ്മുടെ ജലദോഷത്തിൻ്റെ സിട്രസൻ സിറപ്പ്. ഇതും എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ്. കാരണം ഇതും നമ്മളെപ്പോഴും അവർക്ക് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ജലദോഷം വരുമ്പോൾ ഇത് കൊടുത്താലാണ് ഇവിടെ എല്ലാവർക്കും മാറുക. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും കൊണ്ടുപോകും, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അവർക്ക് ഡയപ്പേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം വലിയ കുട്ടികളായി. പിന്നെ എനിക്ക് ഈ ജലദോഷം, പനി, തൊണ്ടവേദന, വയറുവേദനയൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ പാരസെറ്റമോൾ. ഇത് കഴിക്കുമ്പോൾ എനിക്ക് കുറയുന്നത് പാരസെറ്റമോൾ. അത്ര നല്ലതൊന്നും അല്ല നമ്മുടെ ഹെൽത്തിന്, എങ്കിലും ഞാൻ എപ്പോഴും ഇത് കഴിക്കും. കാരണം ഇത് കഴിക്കുമ്പോഴേ എനിക്ക് മാറത്തുള്ളൂ. ഇത് നല്ലതല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇത് കഴിക്കുമ്പോഴേ എനിക്ക് മാറത്തുള്ളൂ. പിന്നെ എന്താണ്, ഇത് ഇടയ്ക്ക് പോയതിൻ്റെ OP ചീട്ടാണ്. കുഞ്ഞുങ്ങൾ, ഞാൻ വലിയ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നതുകൊണ്ട് അവരെ കൊണ്ടുപോകേണ്ട OP ചീട്ടാണ്. അപ്പോൾ അത് ബാഗിൽ തന്നെ ഉണ്ട്. പിന്നെ പൈസ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ ആയതുകൊണ്ട് പൈസ ഒന്നും ആരും ബാഗിൽ കരുതിയില്ലല്ലോ. എങ്കിലും എൻ്റെ കയ്യിൽ ഇതൊരു 50 രൂപ ഉണ്ട്. കാരണം ഇതെന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പൈസയാണ്. പിന്നെ ഇതെന്നോ ബസ്സിൽ പോയതിൻ്റെ ഒരു ടിക്കറ്റാണ്. അത് കളയാണ്ട് ബസ്സിൽ വെച്ച് പറന്നു പോകുമെന്ന് വെച്ചിട്ട് ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിരുന്നു. അതെടുത്ത് കളയാൻ മറന്നുപോയി. അതിപ്പോൾ എൻ്റെ ബാഗിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഐബ്രോ പെൻസിൽ. ഈ ഐബ്രോ പെൻസിൽ ഞാൻ ബാഗിൽ കൊണ്ട് നടക്കുന്നു എന്ന് വെച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ കൊണ്ട് നടക്കുന്നത്, പേടിച്ചിട്ടാണ് കൊണ്ട് നടക്കുന്നത്. കാരണം ഇതിവിടെ വെച്ചാൽ മോൻ എപ്പോഴും ഇതെടുത്ത് നാശമാക്കും. കാരണം ഇങ്ങനെ വെട്ടി ഇത് നാശമാക്കും. എത്ര എണ്ണം ഇതുപോലെ നാശമാക്കി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ മുട്ടച്ചിയാക്കി വെച്ചിരിക്കുന്നു ഒരെണ്ണം. അപ്പോൾ ഞാൻ വെച്ചത് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കാം. അപ്പോൾ അവർ കാണുകയില്ല. ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അലമാരയിൽ വയ്ക്കുകയാണെങ്കിൽ അവരെടുക്കില്ലല്ലോ എന്ന് വെച്ച്. കാരണം അല്ലാണ്ട് നമ്മുടെ മേക്കപ്പ് ബോക്സിനകത്ത് വയ്ക്കാൻ പറ്റത്തില്ല, എപ്പോഴും അത് അവരെടുത്ത് നാശമാക്കുക. അതുകൊണ്ട് ഇത് എനിക്കൊത്തിരി ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് ഞാനിതെൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കും. പിന്നെ കമ്മൽ, അത് സാധാരണ ഒരു സ്റ്റാർട്ട്. കാരണം എനിക്ക് കമ്മൽ വാഴത്തില്ല. കമ്മലിട്ടാൽ എപ്പോഴെങ്കിലും അത് ഊരിപ്പോവും. കാരണം ബസ്സിലൊക്കെ കുടുങ്ങുമ്പോൾ എൻ്റെ ഈ മുടി അറിയാമല്ലോ എത്ര ഇതാണ്. അപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ കാറ്റൊക്കെ കൊണ്ടിട്ട് അത് ഇളകി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനിത് എൻ്റെ ബാഗിനകത്ത് വെച്ചിരിക്കും, സേഫായിട്ട് തന്നെ വെച്ചിരിക്കും. പിന്നെ ഒരു മിനി ലിപ്സ്റ്റിക്ക്,
അതും യൂസ് ചെയ്യാനൊന്നുമല്ല, എങ്കിലും വെറുതെ അതിൽ ഇട്ടിരിക്കും. ചിലപ്പോൾ വേണ്ടി വന്നാൽ ഒന്നെടുത്ത് റീഅപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇത് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കും. പിന്നെ എന്താണ്, പിന്നെ ഉള്ളതൊരു വാസിൽ. ഇത് ഞാൻ ബാഗിൽ കൊണ്ട് നടക്കുന്നത് തന്നെയാണ്, അല്ലാണ്ട് ബാഗിൻ്റെ ഉള്ളിൽ ആയിപ്പോകുന്നുമല്ല. ഇത് ഞാൻ കൊണ്ട് നടക്കുന്നത് തന്നെയാണ്. കാരണം എപ്പോഴും എൻ്റെ ലിപ്സും കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ലിപ് ബാമൊന്നും യൂസ് ചെയ്യത്തില്ല, ഈ ഒരു വാസിലിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇത് കഴിയാറായിട്ടുണ്ട്, എങ്കിലും ഇതെൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെന്താണ്, പിന്നെ അവസാനം ഈ ഒരു സംഭവം. ഇനി ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല, തീർന്നു. അവസാനം ഇതൊരു നമ്മുടെ കയ്യിലൊക്കെ വെറുതെ ഒന്നിങ്ങനെ തേച്ച് മണക്കാൻ വേണ്ടി എനിക്ക് സ്വിറ്റന്ന് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ അതും കൊണ്ട് നടക്കുന്നതിനൊരു കഥയുണ്ട്. പുറത്ത് വയ്ക്കാൻ പറ്റില്ല, അവരതെടുത്ത് എപ്പോഴും ഇതിങ്ങനെ ഇളക്കി ഇളക്കി കയ്യിൽ വെറുതെ തേച്ച് തീർക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് ഞാനിത് എപ്പോഴും ആർക്കും കൊടുക്കാൻ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കും, എനിക്ക് മാത്രം എടുക്കാനായിട്ട്. കാരണം അവരാണെങ്കിൽ ഇത് ഇങ്ങനെ അത്രയും കൂടി അങ്ങ് വഴിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ട് നടക്കാറ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ട 2 സാധനങ്ങൾ ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യാനേ പാടില്ല. മക്കളെ കൊണ്ട് പോകുന്നവരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കരുതിയേക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്ര സാധനങ്ങളാണ് കൊണ്ട് നടക്കാറുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ബൈ. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ഇത് ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കാം കേട്ടോ.